തൃശ്ശൂരിൽ 16-കാരനാണ് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത്. ഉത്സവത്തിനിടെ കാലിൽ ചവിട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം. 6 പേർ ചേർന്നാണ് അരിമ്പൂർ സ്വദേശിയെ മർദ്ദിച്ചത്. സംഭവത്തിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ എന്താണ് സംഭവിച്ചത്? സമാനമായ രീതിയിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു വിദ്യാർത്ഥിയെ 6 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. ഒരു മരക്കഷ്ണം ഉപയോഗിച്ച് പോലും തല്ലുന്നുണ്ട്. ആ വിദ്യാർത്ഥി, ഈ 16-കാരൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് പിന്നാലെ പോയി വീണ്ടും ക്രൂരമായി മർദ്ദനം. അതൊരു ക്ഷേത്രോത്സവത്തിനിടെ കാലിൽ ചവിട്ടി എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്, ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇതുതന്നെയാണോ കാരണം? ആ വിദ്യാർത്ഥികളും ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളും പ്രായപൂർത്തിയാകാത്തവരാണോ? നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുന്നതാണ്. ആളുകൾ മാറി മാറിയാണ് ആ ചെറിയ കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉത്സവത്തിനിടെ കാലിൽ ചവിട്ടിയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇത്ര വലിയൊരു കൂട്ടമർദ്ദനത്തിലേക്ക്, ഒരു 16 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയെ ഇങ്ങനെ കൂട്ടമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരിമ്പൂർ സ്വദേശിയാണ് ഈ കുട്ടി. അതുപോലെ 6 പേരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ പലപ്പോഴും കേൾക്കാം, അതായത് തെറിപ്പദങ്ങൾ ഉപയോഗിച്ച് അവനെ അഡ്രസ് ചെയ്യുന്നു, അതുപോലെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഈ കൽപ്പറ്റയിൽ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി സമാനമായൊരു പ്രശ്നം തന്നെയാണ് ഇത്തരത്തിൽ കുട്ടികളെ ഒരു വലിയ തരത്തിലേക്ക്, ഈ അക്രമോത്സുകരായി പോകുന്ന ഒരു തരത്തിലേക്ക് തന്നെ മാറുന്നു എന്നുള്ളത്. നേരത്തെയും ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങനെ കൂട്ടം ചേർന്ന റാഗിങ്ങിന്റെ ഭാഗമായിട്ടും ഒക്കെ, അതല്ലെങ്കിൽ സീനിയോറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ ആളുകളെ തല്ലുന്ന അല്ലെങ്കിൽ കൂട്ടമായി മർദ്ദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താമരശ്ശേരിയിലും അത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കറിയാം. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണ സ്വഭാവം ഉണ്ടാകുന്ന ഒരു തരത്തിലേക്കും അവർക്ക്, അതായത് ഒരാളെ കൈവച്ചാൽ അല്ലെങ്കിൽ ഒരാൾ ചെറിയ തരത്തിലൊരു തെറ്റ് ചെയ്താൽ അതിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദുർബലന്റെ മേലുള്ള ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ കുഞ്ഞുങ്ങളുടെ മേലെ മറ്റുള്ള അവരുടെ തന്നെ സമാനമായ പ്രായത്തിലുള്ള ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇങ്ങനത്തെ ഒരു മെസ്സേജാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് കുട്ടികൾക്കിടയിൽ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അതാണ് കുട്ടികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതായത് തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടായ്മ ചെയ്താൽ അടിച്ചമർത്തുക, തല്ലിച്ചതയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഈ സമാനമായ അടുത്തടുത്തുണ്ടായ 2 ദിവസങ്ങളിലായിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇത് കുട്ടികളുടെ ഒരു മാനസിക പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, ഈ ഒരു അങ്ങനത്തെ തരത്തിലുള്ള അസസ്മെന്റുകൾ സ്കൂൾ തലത്തിലൊക്കെ വേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ എന്തായാലും ഇത് ക്ഷമിക്കാൻ പറ്റുന്ന തരത്തിലേക്ക്. തീർച്ചയായും അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമീപകാലത്തൊക്കെ പുറത്തിറങ്ങിയ പല സിനിമകളുമല്ലേ ആജ്ഞ? നമുക്കറിയാം ഈ ഇപ്പോഴത്തെ ന്യൂജൻ സിനിമകൾ, അതിലൊക്കെ കുട്ടികളെ ഒരു വയലൻസിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ്. അതിനുശേഷം നിരവധിയായ സംഭവങ്ങൾ ഈ കഴിഞ്ഞൊരു വർഷം നമ്മൾ കേട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്കൂൾ തുറക്കുമ്പോൾ റാഗിങ്ങിൻ്റെ പേരിലുള്ള മർദ്ദനം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മറ്റൊന്ന്, സ്കൂളുകൾ, അതായത് ഒരു അക്കാദമിക് ഇയർ
അവസാനിക്കുന്ന സമയത്ത്, അതായത് സ്കൂളുകൾ അടയ്ക്കുന്നതിന് തൊട്ട് മുൻപ് കുടിപ്പകകൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകും, അവിടെ അടിച്ചു തീർക്കും. അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ സമീപ നാളുകളിലൊക്കെ, അതായത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ ഈ അടുത്തിടെ ഇത്തരം ഒരു പ്രവണത വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. കൃത്യമായൊരു കൗൺസിലിംഗ് ആവശ്യമാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള കുറ്റവാളികൾ പെരുകുന്നത് നമ്മുടെ സമൂഹത്തിന് ഭാവിയിൽ വലിയ അപകടം വരും. ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം? കാരണം പോലീസ് ഒരുപക്ഷെ നടപടിയെടുക്കും, അറസ്റ്റ് ചെയ്യും, മറ്റ് നിയമ നടപടികളൊക്കെ ഉണ്ടായാൽ പോലും ഇവർ വീണ്ടും ഈ രീതിയിലുള്ള ഒരു വയലൻസിലേക്ക് പോകാനാണ് സാധ്യത. പോലീസ് എങ്ങനെയാണ്, ഈ അന്തിക്കാട് പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ്? ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളെ 6 പേരെയും തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? നടപടികൾ എങ്ങനെയാണ്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തിക്കാട് പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. അതിലേറെ പേരും പ്രായപൂർത്തിയാകാത്തവർ എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ജുവനൈൽ ആക്ട് അനുസരിച്ചിട്ട് വേണമല്ലോ കേസുകൾ രജിസ്റ്റർ ചെയ്യാനും. അങ്ങനെയാണ്. ഇങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഒരു കാര്യം, അതിൽ കൽപ്പറ്റയിലായാലും ഇവിടുത്തെ ആയാലും കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത് നടന്നിട്ടുള്ള 2 സംഭവങ്ങളെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ പോലും ഈ ജുവനൽ ക്രിമിനൽസ് കൂടി വരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് മാറുന്നത്. അത് ഏത് സാഹചര്യമാണ് ടോം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ എന്താ പറയുക അങ്ങേയറ്റം വയലൻസ് കുത്തി നിറച്ചുള്ള സിനിമകളുടെ ഇൻഫ്ലുവൻസ് ആകാം, അതല്ലെങ്കിൽ വെബ് സീരീസുകളുടെ ഇൻഫ്ലുവൻസ് ആകാം. സിനിമകൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കുട്ടികളെ കയറ്റുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ വെബ് സീരീസിലും ടെലിഗ്രാമിലും ഒക്കെ ഈ OTT-യിലും ടെലിഗ്രാമിലും ഒക്കെ ഈ വെബ് സീരീസും സിനിമകളും ഒക്കെ അവൈലബിൾ ആണ്. ഇത് കുട്ടികൾ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റുന്നില്ല. അല്ല, പാരന്റ്സിനായാലും അധ്യാപകർക്കായാലും സമൂഹത്തിനായാലും കുട്ടികൾ ഇത് കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സാധ്യതയും ഒന്നും നമുക്കില്ല. കാരണം എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഈ കോവിഡ് കാലത്ത് മുതൽ എല്ലാവരും ഒരു പ്രായപൂർത്തിയാകാത്തവരായാലും കുട്ടികളൊക്കെ മൊബൈൽ ഫോൺ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള വയലൻസ് നിറഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ, അതിപ്പോ ഒറിജിനൽ ആയാലും അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിക്ഷൻ ടൈപ്പ് ആയാലും അവര് അത്തരം ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അതിലവർ ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നുള്ളതിന് തെളിവാണ് ഈ പറയുന്നത് പോലെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലേക്ക് പെട്ടെന്ന് ഒരു ക്രിമിനൽ സ്വഭാവമുള്ളതായി മാറുന്നതും സഹപാഠിയോട് അതല്ലെങ്കിൽ ഒരു എംപതൈസ്ഡ് ആവാതെ സഹിഷ്ണുതയോടെ പെരുമാറാതെ അവന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റിപ്പോ കാലിൽ ചവിട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ചിട്ട് നമ്മൾ അവരെ ഒന്ന് തൊട്ട് സോറി പറയുകയോ അതല്ലെങ്കിൽ ഒന്ന് തൊട്ട് നെറ്റിയിൽ വെക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ചിട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഈ 16-കാരനെ തൃശ്ശൂർ അരിമ്പൂരിൽ 16-കാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അന്തിക്കാട് പോലീസാണ് ഇവരെ പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പ്രായപൂർത്തിയാകാത്തവരെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിവരങ്ങൾ, അവരുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ നിയമപരമായിട്ടുള്ള തടസ്സമുണ്ട്. പക്ഷേ എന്തായാലും അതിവേഗത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് ദൃശ്യങ്ങൾ പുറത്തു വന്ന് വാർത്തയായതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടാനുള്ള സാഹചര്യം നിലവിലില്ല. എന്തായാലും 16-കാരന്റെ ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട്. സഹിൽ എന്നൊക്കെ പേര് വിളിച്ചു തന്നെയാണ്. വീഡിയോ എടുക്കുന്ന ആളായിരിക്കാം മതിയിട എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അത് മാത്രമല്ല, ഈ ജുവനൽ ആക്ട് പ്രകാരമായിരിക്കും പോലീസിന് കേസെടുക്കാനുള്ള സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഡീറ്റെയിൽസ് പുറത്തുവിടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും പോലീസ് പ്രതികളെ പിടികൂടി എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും തുടർ നടപടികൾ അടിയന്തരമായി ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് ഈ ശിക്ഷ നൽകുന്നതിന് ഉപരി അത് എവിടെ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് കുട്ടികൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്ന് വീഴുന്നത് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. പണ്ടൊക്കെ റാഗിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കോളേജ് ലെവലിലുള്ള ആളുകളൊക്കെ ആയിരുന്നു. സ്കൂളുകളിൽ ഇത് വളരെ കുറവായിരുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കിടയിൽ ഇത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനുള്ള സാഹചര്യം മാറിയിട്ടുണ്ട്. കുട്ടികളൊക്കെ അക്രമാസക്തരായി മാറുന്ന ഒരു സാഹചര്യമാണ്. അങ്ങേയറ്റം അസഹിഷ്ണുതയോടെ തൊട്ടടുത്തുള്ളവരോട് പോലും പെരുമാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരം സാഹചര്യത്തിലേക്ക് അത് സ്കൂൾ ലെവലിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെ തുടങ്ങേണ്ടുന്ന അല്ലെങ്കിൽ കണ്ടെത്തി തിരുത്തേണ്ടുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. പക്ഷേ ആവർത്തിച്ച് 2 സംഭവങ്ങൾ, പ്രത്യേകിച്ചും കൽപ്പറ്റയിലും തൃശ്ശൂരിലും അടുത്ത 2 സംഭവങ്ങൾ, നേരത്തെ താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ നഞ്ചക്കിനടിച്ച് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ, ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇത് കൗൺസിൽ ചെയ്തായാലും അതല്ലെങ്കിൽ ഇതല്ല പ്രതികരിക്കേണ്ട വഴി എന്നുള്ള
ഒരു സാഹചര്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കും വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടുന്ന അവസ്ഥയുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വയലൻസ് നിറഞ്ഞ ദൃശ്യങ്ങളും സിനിമകളും വെബ് സീരീസുകളും ഒക്കെ കണ്ടുവരുന്ന ഒരു സാഹചര്യം അത് മറ്റു കുട്ടികളുടെ നേരെ പ്രയോഗിക്കാനുള്ള ഒരു ത്വര, അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകുമായിരിക്കണം. എന്നിരുന്നാലും ഒപ്പമുള്ളവനെ, അതല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റ് ചെയ്തവനെ കാലിൽ ചവിട്ടി എന്ന് പറയുന്നതൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ, അതിന് വർദ്ധിച്ചു എന്ന് പറയുന്ന ഒരു കാലത്തും ന്യായീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ എങ്ങനെ വന്ന് വീഴുന്നു എന്നുള്ള കാര്യത്തിൽ അസസ്മെന്റ് വേണമെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. അതാണ് വളരെ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലാണ് കുട്ടികൾ തമ്മിൽ തല്ലുന്നത്. അത് സ്കൂളിൽ വെച്ചും അതല്ലെങ്കിൽ പുറത്തിറങ്ങി പൊതുസ്ഥലത്ത് വെച്ചും കുട്ടികളെ ഒറ്റപ്പെട്ട് ഇടത്ത് വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു. പലപ്പോഴും വിദ്യാർത്ഥികൾ ഓർക്കുക, ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രായപൂർത്തിയാകാത്തവരെ മർദ്ദിക്കുക, അത് ആരെയാണെങ്കിട്ടെ മർദ്ദിക്കുന്ന ഒരു പ്രവണത അത് നല്ലതല്ല. മാത്രമല്ല പോലീസിൻ്റെ ഭാഗത്ത് ശക്തമായ നടപടി ഉണ്ടാകും. വയനാട്ടിന് പിന്നാലെ തൃശ്ശൂരിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലും പോലീസ് പ്രതികളിലേക്ക് അതിവേഗം എത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.